കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച 23 മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. സംസ്കാരം കുന്നംകുളം പെന്തക്കോസ്ത പള്ളി സെമിത്തേരിയിൽ നടന്നു. ബിനോയ് തോമസിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ദുരന്തം വാക്കുകൾക്കതീതവും അതീവ ദുഃഖകരമെന്നും ഗവർണർ. പാർട്ടിയുടെ അടിത്തറ ഭദ്രമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തിരുത്തേണ്ടത് തിരുത്തി പാർട്ടി മുന്നോട്ടു പോകുമെന്നും MV ഗോവിന്ദൻ. BJPയുടെ സമഗ്രാധിപത്യത്തിനേറ്റ തിരിച്ചടിയാണ് ലോക്സഭയിലേക്കുള്ള ഇന്ത്യ മുന്നണിയുടെ വിജയമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ സംഘർഷം. ഭരണപക്ഷ കൌൺസിലർമാരെയും ഉദ്യോഗസ്ഥരെയും പ്രതിപക്ഷം കൌൺസിൽ ഹാളിൽ പൂട്ടിയിട്ടു. ഭരണപക്ഷ കൌൺസിലർമാരെ ഹാളിന് പുറത്തേക്ക് വിട്ടത് പോലീസ് എത്തിയതിനു ശേഷം. വിദേശ രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത സംഭവത്തിൽ ഇരിഞ്ഞാലക്കുട പോലീസ് കേസെടുത്തു. കാരണം കിഴുത്താടി സ്വദേശികളായ നിഷ, ഭർത്താവ് സുനിൽ കുമാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. നടപടി TCV വാർത്തയെ തുടർന്ന്. KSRTC ബസ് പാഞ്ഞുകയറി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സുരക്ഷാ ഗേറ്റ് തകർന്നു. ഇരിഞ്ഞാലക്കുടയിൽ ബസ്സിൽ നിന്നും തെറിച്ചു വീണ് വയോധികന് പരിക്ക്. കണ്ടാണശ്ശേരിയിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിക്ക് പുറകിൽ ടാങ്കർ ലോറി ഇടിച്ച് അപകടം. 2 പേർക്ക് പരിക്ക്. മാന്നാമംഗലം മുരുക്കുംപാറയിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം. പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തി. പരിശോധനയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. വാർത്തകൾ വിശദമായി. കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ വീടുകളിലെത്തിച്ചു. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചത്. കേന്ദ്രമന്ത്രി കീർത്തി വർദ്ധന സിംഗ് മൃതദേഹങ്ങളെ കുവൈറ്റിൽ നിന്ന് അനുഗമിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ചേർന്ന് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി. കാർഗോ ടെർമിനലിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങളിൽ മന്ത്രിമാരും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷി നേതാക്കളും അന്തിമോപചാരം അർപ്പിച്ചു. പോലീസ് സേന ഗാർഡ് ഓഫ് ഓണർ നൽകി. 23 മലയാളികളുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ 45 പേരുടെ മൃതദേഹങ്ങളാണ് നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചത്. ഇതിൽ 31 പേരുടെ മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ബന്ധുക്കൾക്ക് കൈമാറി. മറ്റ് 14 മൃതദേഹങ്ങൾ വഹിച്ചുള്ള വിമാനം ദില്ലിയിലേക്ക് പോയി. പ്രത്യേകം ക്രമീകരിച്ച ആംബുലൻസുകളിലാണ് മൃതദേഹങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോയത്. മൃതദേഹങ്ങൾ വഹിച്ചുള്ള ആംബുലൻസുകൾക്കൊപ്പം പോലീസ് വാഹനവും അകമ്പടിയേകി. അതേസമയം കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ ദുരന്തത്തിന് കാരണമായ സുരക്ഷാ വീഴ്ചയുടെ പേരിൽ 2 പേർ റിമാൻഡിലായതായി കുവൈത്ത് വാർത്താ ഏജൻസി അറിയിച്ചു. ഒരു കുവൈത്ത് പൗരനും ഒരു വിദേശ പൗരനും ആണ് റിമാൻഡിലായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുവൈറ്റ് ലേബർ ക്യാമ്പിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ച തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ഭാര്യ രാജിയുടെയും മക്കളുടെയും അടങ്ങാത്ത കരച്ചിൽ കണ്ടുനിന്നവരെ പോലും കണ്ണീരിലാഴ്ത്തി. വ്യോമസേനയുടെ C-13J വിമാനത്തിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം സർക്കാർ ചിലവിൽ ഉച്ചയ്ക്ക് 2:15 പാലയൂർ പട്ടികജാതി കോളനിയിലെ ഒറ്റമുറി വീട്ടിലെത്തിച്ചു. സ്ഥലപരിമിതി കണക്കിലെടുത്ത് വീടിന് പുറത്ത് താൽക്കാലിക പന്തലൊരുക്കിയാണ് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത്. ഒരാഴ്ച മുൻപ് കുവൈത്തിലേക്ക് പോയ ബിനോയ് തോമസിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ എത്തിയിരുന്നു. ജനം തിങ്ങി നിറഞ്ഞതോടെ 4 സെന്റ് പുരയിടത്തിൽ നിന്ന് തിരിയാൻ പോലും സൗകര്യമില്ലാത്ത അവസ്ഥയായിരുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കൊച്ചിയിൽ നിന്ന് ആംബുലൻസിനെ അനുഗമിച്ചിരുന്നു. പാലയൂരിലെ വീട്ടിലെത്തിയ സുരേഷ് ഗോപി ബിനോയ് തോമസിന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ചു. ബിനോയ് തോമസിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. 1 മണിക്കൂറോളം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കുന്നംകുളം നാഗൽ ഗാർഡൻ പെന്തകോസ്ത് ചർച്ചിൽ സംസ്കരിച്ചു. NK അക്ബർ MLA, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, മുൻ MP TN പ്രതാപൻ, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. TCV ന്യൂസ്, ചാവക്കാട്. സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നവുമായി കടൽ കടന്ന ബിനോയിയുടെ വീട്ടിലേക്കുള്ള തിരിച്ചുവരവ് ചേതനയറ്റ ശരീരമായി. ഈ മാസം 5-നാണ് ചാവക്കാട് തെക്കൻ പാലയൂരിൽ താമസിക്കുന്ന തോപ്പിൽ ബിനോയ് കുവൈറ്റിലേക്ക് പോയത്. സ്വന്തമായി വീട് വെച്ച് ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബത്തെ സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് ബിനോയ് പ്രവാസ ലോകത്തേക്ക് പോയത്. കഴിഞ്ഞ 7 വർഷമായി ബിനോയ് പാലയൂരിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. ആദ്യം വാടക വീട്ടിലും കഴിഞ്ഞ 1 വർഷത്തിലധികമായി 3 സെന്റ് സ്ഥലത്തെ ഷെഡിലുമാണ് ബിനോയിയും കുടുംബവും കഴിഞ്ഞിരുന്നത്. സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ വീടിന് അപേക്ഷ നൽകിയിരുന്നു.
ഇതിനിടയിൽ സുഹൃത്ത് നൽകിയ വിസയിലാണ് കുവൈറ്റിലേക്ക് പോയത്. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്കുള്ള ധനസഹായവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്ന് കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപകടം സംഭവിച്ചതിന്റെ കാരണങ്ങളെപ്പറ്റിയൊക്കെ പറയേണ്ടത് കുവൈറ്റ് സർക്കാരാണ്. അവർ കാരണം കണ്ടെത്തി അറിയിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ക്ഷതമേറ്റവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. കുവൈറ്റിൽ ചികിത്സയിലുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നത് അവിടുത്തെ സർക്കാരാണ്. നിലവിൽ അവിടെയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ പരിമിതികളുണ്ടെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ദുഃഖാചരണത്തിന്റെ ഭാഗമായി സുരേഷ് ഗോപിയുടെ ജില്ലയിലെ ഇന്നത്തെ പരിപാടികൾ റദ്ദ് ചെയ്തിരുന്നു. കുവൈറ്റ് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ദുരന്തം വാക്കുകൾക്കതീതവും അതീവ ദുഃഖകരമെന്നും ഗവർണർ പ്രതികരിച്ചു. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഗവർണർ. Everybody, the whole country is feeling so sad, and one can only convey sympathies to the bereaved families and earnestly hope that these things do not happen in future. And we will have to do some long-term thinking. Why people are forced to leave their home and earth, and they have no option but to go outside seeking jobs, because locally there are no opportunities available. So we need to do some long term thinking, but at the moment this is not the time for long term thinking. This is the time when we have to sympathize with the bereaved families, and I do not know, I am at a loss of words, honestly. This is such a serious and heart-rending tragedy, then one does not know what to say. ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കണം. സ്വന്തം നാട്ടിൽ ജീവിക്കാനാകാതെ വരുമ്പോഴാണ് പലരും ഉപജീവനത്തിനായി നാടുവിടുന്നത്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാനാകുന്ന സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. ഇതിനായി ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ രാജ്യവ്യാപകമായി ആസൂത്രണം ചെയ്യണം. കേന്ദ്രമന്ത്രി കുവൈറ്റിലെത്തി ഇന്ത്യക്കാരായ ദുരന്തബാധിതർക്കായി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ആരോഗ്യമന്ത്രി അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അത്തരം യാത്ര അനാവശ്യമാണ്. I am not aware of the legalities of the matter. In any case, they are reaching today. So you go yesterday, you go, come back again today. What will be what is the actual work which will be done there? Already the government of India's ministers were in Kuwait, and they are bringing today. So yesterday and today few hours are there. So what will you achieve there even if you are able to reach? കണ്ണൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അക്രമ രാഷ്ട്രീയത്തിനെതിരായുണ്ടായ ജനവിധിയിൽ സന്തോഷിക്കുന്നു. ബോംബ് രാഷ്ട്രീയത്തെ മഹത്വവൽക്കരിക്കുന്ന CPM തോറ്റത് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. One thing I am very happy about, particularly about Kannur, because there were attempts to glorify bomb culture and violence, and I especially I'm saying it, I especially compliment the people of Kannur. They have refused to endorse the culture of bomb making, which means they have refused to accept violence as a political instrument. So about that I am very. തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ വിജയം ജനങ്ങൾ തീരുമാനിച്ചതാണെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് തൃശൂർ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ തിരിതെളിയിച്ച് അനുശോചനം രേഖപ്പെടുത്തി. ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി, സെക്രട്ടറി ജിജോ ജേക്കബ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, തൃശൂർ മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുത്തേണ്ടത് തിരുത്തി സർക്കാർ മുന്നോട്ടു പോകുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി നല്ല തോൽവി തന്നെയാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. തോൽവിക്ക് അടിസ്ഥാനമായ കാര്യങ്ങൾ താഴെത്തലം വരെ പരിശോധിച്ച് കണ്ടെത്തി അവ ജനങ്ങളോട് പറയും. സംഘടനാപരമായ കാര്യങ്ങളും പരിശോധിക്കും. തെറ്റായ ഒരു കാര്യവും പാർട്ടി വെച്ചുകൊണ്ടിരിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിൻ്റെ 1.7% കുറവ് വോട്ടാണ് കിട്ടിയത്. 10 വർഷം കൊണ്ട് BJPക്ക് വോട്ട് ശതമാനം നല്ലതുപോലെ കൂടിയിട്ടുണ്ട്. കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിൻ്റെ 86,000 വോട്ടിൻ്റെ കുറവാണ് ഉണ്ടായത്. ആ വോട്ട് BJPക്കാണ് പോയത്. BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു മണ്ഡലത്തിലാണ് മുൻകൈ കിട്ടിയിരുന്നതെങ്കിൽ ഇപ്രാവശ്യം 11 മണ്ഡലത്തിൽ മുൻകൈ ലഭിച്ചു. ഇനി വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. ദൗർബല്യങ്ങളും തെറ്റുകളും തിരുത്താനായാൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കാനാകും. BJPയുടെ രാഷ്ട്രീയ നിലപാട് കേരളത്തെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണെന്നും കേരളത്തിൽ ഒരു വികസനവും നടത്താൻ കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുന്നില്ലെന്നും
MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. അതിലൊക്കെ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ദൗർബല്യം ഉണ്ടായത് എന്ന കാര്യം ഒരുപോലെയല്ല എല്ലാ സ്ഥലത്തും പല രീതിയിലാണ്. അതെല്ലാം കണ്ടെത്തി ആവശ്യമായ പരിശോധന നടത്തി തിരുത്തൽ വരുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പോട്ടേക്ക് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. VMS പറയുന്ന ഒരു കാര്യം, എല്ലാ കാലത്തും നമ്മളെല്ലാം ആവേശമാണ്. തോറ്റു എന്നതുകൊണ്ട് അത് അവസാനത്തെ തോൽവിയാണ് എന്ന് കരുതേണ്ട. ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഇത് അവസാനം വരെയുള്ള ഒന്നാണ് എന്നും കരുതേണ്ട. തോൽവി ഉണ്ടാവും, വിജയവും ഉണ്ടാവും. തോൽക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കുറേയും കൂടി ജാഗ്രതയോടെ മുന്നോട്ടേക്ക് പോകാൻ നമ്മളെ പ്രാപ്തമാക്കണം. ഈ കേരളത്തിന്റെ ചരിത്ര ദൗത്യം ഏറ്റെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനാണ് സാധിച്ചത്. ഇനിയും നമുക്കത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. നമ്മുടെ അടിത്തറ ഇപ്പോഴും ഭദ്രമായി നിൽക്കുകയാണ്. ഏതാണ്ട് 30-33%, 35% നമ്മുടെ അടിത്തറയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അതിലിപ്പോഴും 33.35% വോട്ട് ഇപ്രാവശ്യവും കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിന്റെ 1.75% വോട്ട് കുറവാണ്. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PK ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ജനകീയ ആസൂത്രണം കേരള അനുഭവങ്ങൾ എന്ന വിഷയത്തിൽ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പ്രഭാഷണം നടത്തി. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, ഏരിയ സെക്രട്ടറി K രവീന്ദ്രൻ, കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. BJPയുടെ സമഗ്രാധിപത്യത്തിനേറ്റ തിരിച്ചടിയാണ് ലോക്സഭയിലേക്കുള്ള ഇന്ത്യ മുന്നണിയുടെ വിജയമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. കോസ്റ്റ് ഫോർഡിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച EMS സ്മൃതി ദേശീയ സെമിനാറിന്റെ 2ാം ദിവസം ഇന്ത്യയിലെ ജനാധിപത്യവും ഏകാധിപത്യവും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം എന്നിവയിലൂന്നിയ സാമൂഹ്യനീതിയില്ലാതെ ജനാധിപത്യം ഒരിക്കലും സാർത്ഥകമാകില്ല. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഉന്നതി ലക്ഷ്യമിട്ടുകൊണ്ടല്ലാതെ സാമ്പത്തിക ജനാധിപത്യമെന്ന സങ്കല്പം അർത്ഥപൂർണമാകില്ലെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ച EMS സ്മൃതിയിൽ നടന്ന പ്രഭാഷണങ്ങളുടെ സമാഹാരം ന്യൂഡൽഹി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫൈനാൻസ് ആൻഡ് പോളിസി പ്രൊഫസർ ലേഖ ചക്രവർത്തിക്ക് നൽകി ബൃന്ദ കാരാട്ട് പ്രകാശനം നിർവഹിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ MM വർഗീസ്, പ്രൊഫസർ കാവുമ്പായി ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. In a society where the penetration of capitalism in every sphere of life throws up new challenges in multiple fields, even while intensifying exploitation. A democracy and the functioning of democratic institutions from the narrow definition of forms of governance, we find that there was an outright assault on the center of parliamentary democracy, Parliament itself. The diversity of peoples, cultures, languages, and therefore gives a special place to state governments in the constitutional structure. What we found, both financially and politically, we found a complete downgrading and weakening and dilution of the federal structure of the constitution, which is a very, very important part and a pillar for democratic functioning in a country like India. ജനാധിപത്യ സംവിധാനത്തെയും ഫെഡറൽ സംവിധാനത്തെയും തകർക്കുന്നതാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന BJPയുടെ പ്രഖ്യാപനമെന്നും RSSന്റെ വളരെ കൃത്യമായ നയമാണ് ഇതെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. EMS സ്മൃതിയോടനുബന്ധിച്ച് നടന്ന സെമിനാറിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSS അജണ്ടകൾ നടപ്പാക്കുമെന്ന് പുതിയ ഗവൺമെന്റ് അതിന്റെ നയമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ RSS അജണ്ടകൾ ഇന്ത്യയുടെ വൈവിധ്യത്തിന് പറ്റിയതല്ല. ജനാധിപത്യത്തിൽ ധനാഢ്യർ കടന്നുകൂടിയിട്ടുണ്ട്. അതിനാൽ തന്നെ ജനാധിപത്യത്തിൽ വലിയ പണാധിപത്യമാണെന്നും പണാധിപത്യത്തെ നിയന്ത്രിക്കുന്നതിനാകണമെന്നും തെരഞ്ഞെടുപ്പിലെ തെറ്റായ പ്രവണതകൾ ഇല്ലാതാക്കണമെന്നും വിജയരാഘവൻ പറഞ്ഞു. ഗവർണർമാർ ബില്ലുകൾ പിടിച്ചുവെക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ PDT ആചാരി പറഞ്ഞു. ഗവർണറും സംസ്ഥാന ഭരണവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഒന്നുകിൽ പാസാക്കാം, അല്ലെങ്കിൽ തിരുത്തൽ ആവശ്യപ്പെട്ട് തിരിച്ചയക്കാം, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം. അല്ലാതെ തീരുമാനമെടുക്കാതിരിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്നും PDT ആചാരി കൂട്ടിച്ചേർത്തു. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു അധ്യക്ഷത വഹിച്ചു. DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ്, കോൺഫെഡറേഷൻ
ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് സെക്രട്ടറി വി ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ സംഘർഷം. ഭരണപക്ഷ കൌൺസിലർമാരെയും ഉദ്യോഗസ്ഥരെയും പ്രതിപക്ഷം കൌൺസിൽ ഹാളിൽ പൂട്ടിയിട്ടു. വെള്ളിയാഴ്ച ചേർന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിലാണ് സംഭവം. AC മൊയ്തീൻ MLയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന CV ശ്രീരാമൻ സാംസ്കാരിക നിലയത്തിന് ഭൂമി അനുവദിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് കൌൺസിൽ യോഗത്തിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനെയും ഭരണകക്ഷി കൌൺസിലർമാരെയും ഉദ്യോഗസ്ഥരെയും കൌൺസിൽ ഹാളിനുള്ളിൽ പൂട്ടിയിട്ട് BJP കോൺഗ്രസ് കൌൺസിലർമാർ മുദ്രാവാക്യമുയർത്തി പ്രതിഷേധിച്ചു. ഈ സമയം ഭരണകക്ഷി കൌൺസിലർമാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നു. സംഘർഷം രൂക്ഷമായതോടെ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തിയതോടെയാണ് പ്രതിപക്ഷ കൌൺസിലർമാർ കൌൺസിൽ ഹാളിന്റെ വാതിൽ തുറന്നത്. TCV ന്യൂസ്, കുന്നംകുളം. വിദേശ രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. കാറളം കിഴുത്താണി സ്വദേശികളായ നിഷ, ഭർത്താവ് സുനിൽകുമാർ എന്നിവർക്കെതിരെയാണ് തട്ടിപ്പിന് ഇരിഞ്ഞാലക്കുട പോലീസ് കേസെടുത്തത്. കാട്ടൂർ മുനയം സ്വദേശിനി നൽകിയ പരാതിയിലാണ് നടപടി. UK കെയർ വിസ വാഗ്ദാനം ചെയ്ത യുവതിയിൽ നിന്ന് 6 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി. ഇരിഞ്ഞാലക്കുടയിൽ അഗ്നീർ എന്ന സ്ഥാപനം നടത്തിയാണ് തട്ടിപ്പ് നടത്തിയത്. തട്ടിപ്പിനിരയായവർ പരാതി നൽകിയ ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും പോലീസ് കേസെടുത്തിരുന്നില്ല. തട്ടിപ്പിന്റെ വാർത്ത കഴിഞ്ഞ ദിവസം TCV പുറത്തുവിട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. KSRTC ബസ് പാഞ്ഞുകയറി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സുരക്ഷാ ഗേറ്റ് തകർന്നു. എറണാകുളത്തു നിന്നും യാത്രക്കാരുമായി ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിന് ഇടയാക്കിയത്. പടിഞ്ഞാറേ നടയിൽ നിന്ന് സ്റ്റാൻഡിലേക്ക് തിരിയേണ്ടതിന് പകരം നേരെ പോയി സുരക്ഷാ ഗേറ്റിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. വാഹനങ്ങളെ നിയന്ത്രിക്കാനായി സ്ഥാപിച്ചിരുന്ന ഗേറ്റ് ഇടിയുടെ ആഘാതത്തിൽ തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഈ സമയം ഗേറ്റിന് സമീപം ഇരുന്നിരുന്ന അംഗപരിമിതനായ യാചകൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്ന് ഡ്രൈവർ പറഞ്ഞു. ഓട്ടോറിക്ഷയിൽ ഇടിച്ച ശേഷമാണ് പടിഞ്ഞാറേ നടയിലേക്ക് ബസ് പാഞ്ഞുകയറിയത്. ഗേറ്റിന് സമീപം വെച്ചിരുന്ന ബൈക്കിന് കേടുപാടുകൾ സംഭവിച്ചു. പേരാമംഗലം സ്വദേശി കുന്നംപള്ളി വീട്ടിൽ ടിൻഡോയുടെ ബൈക്കിനാണ് കേടുവന്നത്. ഗുരുവായൂർ കണ്ടാണശ്ശേരി പാരീസ് റോഡിൽ കുടിവെള്ള ടാങ്കർ ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. ഡ്രൈവറുടെ സഹായികളും തൃശൂർ അത്താണി സ്വദേശികളുമായ ചക്കാലിക്കൽ മനു, പൂളോത്തുതുണ്ടിയിൽ അഭിജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടാങ്കർ ലോറി തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വരികയായിരുന്നു. മുന്നിൽ പോയിരുന്ന കാർ പെട്ടെന്ന് ബ്രേക്കിട്ടതോടെ ഇടിക്കാതിരിക്കുന്നതിനായി തിരിച്ചതോടെ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിയിൽ ഇടിച്ച് ടാങ്കർ ലോറി മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ടിപ്പർ ലോറി തോട്ടിലേക്ക് മറിഞ്ഞു. ഇരിഞ്ഞാലക്കുടയിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ നിന്നും തെറിച്ചു വീണ വയോധികന് പരിക്കേറ്റു. ഇരിഞ്ഞാലക്കുട സ്വദേശി പോളി കുറ്റിക്കാടനാണ് ഓസൈന എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിന്റെ പുറകിലെ വാതിൽ വഴി തെറിച്ചു വീണത്. ഇരിഞ്ഞാലക്കുട ചെട്ടിപ്പറമ്പിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്കുള്ള വൺവേയിലേക്ക് തിരിയുന്നിടത്തായിരുന്നു അപകടം. ഇരിഞ്ഞാലക്കുടയിൽ നിന്നും തൃശൂരിലേക്ക് പോകുന്നതിനായി ബസ്സിൽ കയറിയതായിരുന്നു പോളി. ബസിന്റെ പുറകിലെ വാതിൽ അടച്ചിരുന്നില്ല. അപകടം സംഭവിച്ച ഉടനെ ബസ് ജീവനക്കാർ തന്നെ പോളിയെ ഇരിഞ്ഞാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കല്ലൂർ കൊല്ലക്കുന്ന് വളവിൽ ചരക്ക് ലോറി സ്വകാര്യ ബസ്സിലും കാറിലും ഇടിച്ച് അപകടം. കല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന മാലാഖ ബസ്സിലും വഴിയോരത്ത് നിർത്തിയിട്ട കാറിലുമാണ് ലോറി ഇടിച്ചത്. സ്റ്റോപ്പിൽ നിർത്തി യാത്രക്കാരെ കയറ്റുന്നതിനിടെ ടോൾ ഒഴിവാക്കി വന്ന ലോറി ബസിന്റെ പുറകുവശത്ത് ഇടിക്കുകയായിരുന്നു. ബസ് നിർത്തിയിട്ടത് കണ്ടിട്ടും ലോറി മുന്നോട്ട് എടുത്തതാണ് അപകട കാരണം. സമീപത്ത് നിർത്തിയിട്ട കാറിന്റെ പുറകിലും ഇടിച്ചാണ് ലോറി നിന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ബസ്സിൽ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബസിന്റെയും കാറിന്റെയും പുറകുവശത്ത് കേടുപാടുകൾ സംഭവിച്ചു. അപകടങ്ങൾ പതിവായ കൊല്ലക്കുന്ന് വളവിൽ ടോൾ ഒഴിവാക്കി വരുന്ന വാഹനങ്ങൾ അമിത വേഗതയിൽ വരുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. രാത്രികാലങ്ങളിലും ഇവിടെ അപകടങ്ങൾ പതിവാണ്. റോഡിലേക്ക് പടർന്നു നിൽക്കുന്ന മരച്ചില്ലകളും കാഴ്ച മറയ്ക്കുന്നതായി പരാതി ഉയരുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ വശങ്ങൾ ശുചീകരിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന നന്ദിക്കര സ്വദേശി മരിച്ചു. നന്ദിക്കര അരണയ്ക്കൽ ദാമോദരന്റെ മകൻ 53 വയസ്സുള്ള ജയനാണ് മരിച്ചത്. കഴിഞ്ഞ 10-ാം തീയതി നന്ദിക്കരയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ജയൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്.
മാന്നാമംഗലം മുരുക്കുംപാറയിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം. മുരുക്കുംപാറ വെള്ളച്ചാലിലാണ് പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. റോഡിൽ കൂടെ പോയിരുന്ന സ്കൂട്ടർ യാത്രക്കാരിയുടെ മുന്നിലൂടെയാണ് പുലിയെന്ന് സംശയിക്കുന്ന ജീവി കുറുകെ ചാടിയത്. ഭയന്നുപോയ യുവതി ഉടൻ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ മാന്നാമംഗലം വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും നടത്തിയ പരിശോധനയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാട്ടുപൂച്ചയാകാനാണ് സാധ്യത എന്ന നിഗമനത്തിലാണ് വനംവകുപ്പ്. വരുന്ന 2 ദിവസം സ്ഥലത്ത് വനംവകുപ്പ് നിരീക്ഷണം നടത്തുമെന്നും പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ സ്ഥലത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുമെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. നിരവധി നാട്ടുകാരാണ് വിവരമറിഞ്ഞ് സ്ഥലത്ത് തടിച്ചുകൂടിയത്. കഴിഞ്ഞ ആഴ്ച മരോട്ടിച്ചാൽ ചുള്ളിക്കാവിൽ പുലിയിറങ്ങി ആടിനെ കൊന്നിരുന്നു. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല മാനവ സേവാ രംഗത്ത് പ്രത്യേക വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ഓണററി ഡോക്ടറേറ്റ് ഡോക്ടർ ഓഫ് സയൻസ് നൽകി ആദരിച്ചു. സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബിരുദദാനം നിർവഹിച്ചു. പത്മശ്രീ പുരസ്കാര ജേതാവായ ഡോക്ടർ M.R. രാജഗോപാൽ, കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ആൻഡ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ P. മാധവൻകുട്ടി വാര്യർ, ISRO ചെയർമാൻ S. സോമനാഥ് എന്നിവരെയാണ് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചത്. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. അപകടത്തിൽ മരിച്ചുവെന്ന് കരുതിയ യുവതിക്ക് രക്ഷകരായി എരുമപ്പെട്ടി പോലീസ്. പരിക്കേറ്റ വെള്ളർക്കാട് സ്വദേശിനി ഷാഹിദയ്ക്കാണ് എരുമപ്പെട്ടി സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ U. മഹേഷ്, സിവിൽ പോലീസ് ഓഫീസർ പ്രജീഷ് എന്നിവർ രക്ഷകരായത്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. ആദൂർ പാടം റോഡിൽ പട്രോളിംഗ് നടത്തുകയായിരുന്നു SI മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം. ഇതിനിടെയാണ് ഇടറോഡിൽ നിന്ന് ഉറക്കെയുള്ള സ്ത്രീയുടെ കരച്ചിൽ കേട്ടത്. പോലീസ് സംഭവസ്ഥലത്തെത്തുമ്പോഴേക്കും സ്കൂട്ടറിൽ നിന്നും മറിഞ്ഞു വീണ് യുവതി തലയിൽ നിന്ന് അമിതമായി രക്തം വാർന്ന് അബോധാവസ്ഥയിൽ റോഡിൽ കിടക്കുന്നതാണ് കണ്ടത്. സംഭവ സമയത്ത് സ്ഥലത്തെത്തിയവരെല്ലാം യുവതി മരിച്ചുവെന്നാണ് കരുതിയത്. പോലീസുകാർ യുവതിയെ പോലീസ് ജീപ്പിൽ കയറ്റി കുന്നംകുളത്തെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. യുവതി അപകടനില തരണം ചെയ്തെങ്കിലും തലയ്ക്കേറ്റ ആഴത്തിലുള്ള മുറിവുകൾ ഗുരുതരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. പോലീസിന്റെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് യുവതിയുടെ ജീവൻ രക്ഷിക്കാനായത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തിയ മന്ത്രിയെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ V. K. വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ KP. വിനയൻ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KS. മായാദേവി എന്നിവർ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. ദേവസ്വത്തിന്റെ ഉപഹാരവും സമ്മാനിച്ചു. BJP പ്രവർത്തകരും സ്വീകരണം നൽകി. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് ഗുരുവായൂരപ്പനെ കാണാൻ എത്തിയത്. സുരേഷ് ഗോപി മന്ത്രിയായി ഗുരുവായൂരിലെത്തി. ഇനി 1.5 വയസ്സുകാരൻ അനന്തകൃഷ്ണന്റെ ജടപിടിച്ച മുടി കളയാം. കടുത്ത സുരേഷ് ഗോപി ആരാധകരായ ഗുരുവായൂർ സ്വദേശി സനീഷ് ധന്യ ദമ്പതികളാണ് വേറിട്ട വഴിപാട് നടത്തിയത്. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് കൈക്കുഞ്ഞുമായി മുല്ലപ്പൂവ് വിൽക്കുന്ന ഇവരുടെ കഥയറിഞ്ഞ് സുരേഷ് ഗോപി സഹായഹസ്തവുമായി എത്തിയിരുന്നു. ഗുരുവായൂരിൽ നടന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മുല്ലപ്പൂവ് ഇവരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നയുടനെ വിജയത്തിനായി ഗുരുവായൂരപ്പന് 20 ലിറ്റർ പാൽപ്പായസം വഴിപാടും മകന് തിരുപ്പതിയിൽ പോയി മുടിമുറിക്കാമെന്നും നേർന്നിരുന്നു. വഴിപാട് പൂർത്തീകരണം വരെ കാത്തിരിക്കുമ്പോഴേക്കും മകന്റെ മുടി ജട പിടിച്ചു. സുരേഷ് ഗോപി വിജയിച്ച് മന്ത്രിയായി ഗുരുവായൂരിൽ എത്തിയാൽ ഉടൻ വഴിപാട് നടത്താനായിരുന്നു തീരുമാനം. ഇന്ന് സുരേഷ് ഗോപി എത്തുന്നതറിഞ്ഞ് ഇന്നലെ വൈകുന്നേരം തന്നെ പാൽപ്പായസം ഷീട്ടാക്കിയിരുന്നു. ഉച്ചപൂജയ്ക്ക് ശേഷം പടിഞ്ഞാറേ നടയിൽ പായസം വിതരണം ചെയ്തു. വൈകിട്ട് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ സുരേഷ് ഗോപി എത്തിയതോടെ സനീഷും ധന്യയും എത്തി പൊന്നാട ചാർത്തി. ഇരുവരും മകന്റെ മുടിമുറിക്കാനായി നാളെ രാവിലെ തിരുപ്പതിയിലേക്ക് യാത്രയാകും. TCV ഗുരുവായൂർ. അത്യപൂർവമായി കേരളത്തിൽ വിരുന്നെത്താറുള്ള ഗ്രേ ഷ്രൈക്ക് എന്ന പക്ഷിയെ ഏനാമാക്കൽ പാടശേഖരങ്ങളിൽ കണ്ടെത്തി. ലാനിയസ് എസ്ക്യൂബിറ്റർ ലഹ്തോറ എന്നാണ് ഇവയുടെ ശാസ്ത്രനാമം. പക്ഷി നിരീക്ഷകനായ പോൾ വെങ്കിടങ്ങാണ് ഗ്രേ ഷ്രൈക്കിനെ കണ്ടെത്തിയതും തിരിച്ചറിഞ്ഞതും. കറുപ്പും വെളുപ്പും ഇടകലർന്ന നിറത്തിലുള്ള ഇവയെ കേരളത്തിൽ കാണപ്പെടുന്ന മറ്റ് ഷ്രൈക്കുകളിൽ നിന്നും ഒറ്റനോട്ടത്തിൽ തന്നെ തിരിച്ചറിയാനാകും. വലിയ പ്രാണികളെ ഭക്ഷണമാക്കുന്ന ഇവ പിടികൂടുന്ന ഇരകളെ ചെടികളുടെ മുള്ളുകളിലും മറ്റും കോർത്ത് സൂക്ഷിക്കുന്ന സ്വഭാവമുള്ളതിനാൽ ഇവയെ ബുച്ചർ ബേർഡ്സ് എന്നും വിളിക്കാറുണ്ട്. കേരളത്തിൽ സാധാരണ കാണുന്നത് 3 ഇനം ഷ്രൈക്കുകളെയാണ്. 1993 എഴുതിയ എ ബുക്ക് ഓഫ് കേരള ബേർഡ്സ് എന്ന പുസ്തകത്തിൽ ഈ പക്ഷിയെ കണ്ടെത്തിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1991 വയനാട്ടിലും
92 പറമ്പിക്കുളത്തും പക്ഷി സർവേക്കിടെ ഇവയെ കണ്ടെത്തിയതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നീണ്ട 32 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവയെ ഏനമാവലി പാടശേഖരങ്ങളിൽ കണ്ടെത്തുന്നത്. അരിമ്പൂർ പരദേവതാ ക്ഷേത്രത്തിൽ നടന്ന കവർച്ചയിൽ ദുരൂഹതയേറുന്നു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതോടെ കള്ളനെ തേടി നാട്ടുകാരും അന്വേഷണത്തിനായി രംഗത്തിറങ്ങി. വ്യാഴാഴ്ച പുലർച്ചെയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്ന വിവരം അറിയുന്നത്. സ്റ്റോർ റൂമിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന 5 പവൻ സ്വർണ്ണാഭരണങ്ങളും 20,000 രൂപയും നഷ്ടപ്പെട്ടതായി ക്ഷേത്ര ഭാരവാഹികൾ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. മുറിക്ക് പുറത്ത് ഗണപതി പ്രതിഷ്ഠയ്ക്ക് മുന്നിലെ ഭണ്ഡാരവും പൂട്ടും തകർത്ത നിലയിൽ കിടന്നിരുന്നു. 2ാം വാർഡിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ നിന്ന് മോഷ്ടാവിൻ്റെതെന്ന് കരുതുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മോഷ്ടാവിനു വേണ്ട സൗകര്യങ്ങൾ ക്ഷേത്രവുമായി പരിചയമുള്ള ആരോ ചെയ്തു നൽകിയതായി നാട്ടുകാർ സംശയിക്കുന്നുണ്ട്. ഗണപതി പ്രതിഷ്ഠയ്ക്ക് മുൻപിലുള്ള ഭണ്ഡാരം പൂട്ട് തകർത്ത നിലയിലായിരുന്നു. എന്നാൽ അതേ പൂട്ട് പരിശോധിച്ചപ്പോൾ തകർത്തതല്ല, താക്കോൽ ഉപയോഗിച്ച് തുറന്നതാണെന്ന് വ്യക്തമായെന്നാണ് സൂചന. ഇക്കാര്യങ്ങൾക്ക് വ്യക്തത വരണമെങ്കിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കേണ്ടതുണ്ട്. മറ്റ് പ്രദേശങ്ങളിലെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് മോഷ്ടാവിനെ കണ്ടെത്തുന്നതിനായി സമാന്തരമായി അന്വേഷണം നടത്തുകയാണ് നാട്ടുകാർ. അതേസമയം മോഷണം നടന്ന 2 ദിവസം പിന്നിട്ടിട്ടും മേലുദ്യോഗസ്ഥർ ക്ഷേത്രത്തിലെത്തി അന്വേഷണം നടത്തിയിട്ടില്ലെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ഇളകി വീഴാറായ നടപ്പാതയിലൂടെ ജീവൻ കയ്യിൽ പിടിച്ച് നടക്കുകയാണ് കൊടുങ്ങല്ലൂരുകാർ. നഗരത്തിന്റെ ഹൃദയഭാഗമായ വടക്കേനടയിൽ 1 കിലോമീറ്ററോളം ദൂരത്തിൽ നാട്ടുകാർ നടപ്പാതയായി ഉപയോഗിക്കുന്നത് സ്ലാബിട്ട അഴുക്കുചാലാണ്. 1.5 പതിറ്റാണ്ട് മുൻപ് PWD നിർമ്മിച്ച അഴുക്കുചാൽ നാളിതുവരെ അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. വർഷത്തിൽ 1-2 തവണ അഴുക്കുചാലിലെ മാലിന്യം നീക്കം ചെയ്യാനായി നഗരസഭാ ജീവനക്കാർ കാനയ്ക്ക് മുകളിലെ സ്ലാബുകൾ ഇളക്കി മാറ്റുക പതിവാണ്. ഇങ്ങനെ എടുത്തുമാറ്റുന്ന സ്ലാബുകൾ കാനയുടെ ശുചീകരണം കഴിഞ്ഞാൽ സിമന്റ് ഉപയോഗിച്ച് ഉറപ്പിക്കാറില്ല. ഇതോടെ കാനയ്ക്ക് മുകളിലുള്ള സ്ലാബുകൾ അപകടകരമായ വിധത്തിൽ ഇളകി തുടങ്ങും. പലയിടങ്ങളിലും അതാത് സ്ഥലങ്ങളിലെ വ്യാപാരികൾ സ്വന്തം ചെലവിൽ സ്ലാബുകൾ സിമന്റിട്ട് ഉറപ്പിക്കുകയാണ് പതിവ്. 1 കിലോമീറ്ററോളം ദൂരമുള്ള അഴുക്കുചാലിന് മുകളിലെ സ്ലാബുകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലുമാണ്. റോഡരികിലെ നടപ്പാത കയ്യേറി പല നിരകളിലായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനാൽ കാൽനട യാത്രികർക്ക് കാനയ്ക്ക് മുകളിലൂടെയുള്ള യാത്ര തന്നെയാണ് ശരണം. പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബുകൾക്കിടയിൽ യാത്രക്കാരുടെ കാലുകുടുങ്ങി അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. ഇതിലൂടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളും വഴിയാത്രക്കാരും പിന്നെ ഗേൾസ് സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികളൊക്കെ പോകുന്നൊരു ഭാഗമാണിത്. പല സ്ഥലങ്ങളിലും ഇത് ഇളകി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള ഒരു നല്ല ശക്തമായ മഴയത്ത് കാനയുടെ ഉള്ളിൽ പോകാൻ സാധ്യതയുണ്ട്. എല്ലാ ഭാഗത്തും കാന പൊളിഞ്ഞിടക്കുകയാണ്. വാഹനങ്ങളടക്കം അപ്പുറത്തേക്കൊന്നും പാർക്കിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടാതിരിക്കാൻ പലയിടങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബിന് മുകളിൽ വ്യാപാരികൾ അപായ മുന്നറിയിപ്പും സ്ഥാപിച്ചിട്ടുണ്ട്. നാട്ടുകാരും വ്യാപാരികളും പലവട്ടം പരാതി നൽകിയിട്ടും അപകട നടപ്പാതയിലെ യാത്ര സുരക്ഷിതമാക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. ഫുട്ബോൾ പ്രതിഭ TK ചാത്തുണ്ണിയുടെ പേരിൽ ചാലക്കുടിയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് ശ്രമം നടത്തുമെന്ന് ബെന്നി ബെഹനാൻ MP. ചാലക്കുടി നഗരസഭ സംഘടിപ്പിച്ച TK ചാത്തുണ്ണി അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു MP. മികച്ച കളിക്കാരനും 1-ാം തരം പരിശീലകനുമായിരുന്നു ചാത്തുണ്ണിയെന്ന് അദ്ദേഹം പറഞ്ഞു. കൗൺസിൽ ഹാളിൽ നടന്ന യോഗത്തിൽ ചെയർമാൻ എബി ജോർജ് അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമഠത്തിൽ, വൈസ് പ്രസിഡന്റ് ലീന ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം തെക്കേപ്പുറത്ത് ഭാരതീയ വ്യാപാരി വ്യവസായി നേതാവിന്റെ കടയ്ക്ക് നേരെ ആക്രമണം. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം കുന്നംകുളം താലൂക്ക് ജനറൽ സെക്രട്ടറി PS വിഘ്നേശ്വരന്റെ ഉടമസ്ഥതയിലുള്ള പൂജാ സ്റ്റോറിലാണ് ആക്രമണം നടന്നത്. സ്ഥാപനം തുറക്കാനെത്തിയപ്പോഴാണ് വരാന്തിയിൽ വെച്ചിരുന്ന അലമാരയും ഹോമകുണ്ഡവും അടിച്ചു തകർത്ത നിലയിൽ കണ്ടത്. മേഖലയിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. മണികണ്ഠന് ഇനി പേടിക്കാതെ അന്തിയുറങ്ങാം. അസുഖം മൂലം ഒരു ഭാഗം തളർന്ന മണികണ്ഠനും കുടുംബത്തിനും പുതിയ വീടായി. കാട്ടൂരിലെ ഇടിഞ്ഞു വീഴാറായ വാടക വീട്ടിലാണ് ഇയാൾ താമസിച്ചിരുന്നത്. ലോട്ടറി വിൽപ്പന നടത്തിക്കിട്ടുന്ന പണം ഉപയോഗിച്ചാണ് 2 പെൺമക്കൾ ഉൾപ്പെടെ ഉള്ള കുടുംബം ജീവിച്ചിരുന്നത്. സ്വന്തമായി സ്ഥലവും വീടും എന്നത് മണികണ്ഠന് സ്വപ്നം മാത്രമായി അവശേഷിച്ചു. കുടുംബത്തിന്റെ ദുരവസ്ഥ കണ്ടറിഞ്ഞ കാട്ടൂർ പഞ്ചായത്ത് കുടുംബത്തെ പുനരധിവസിപ്പിക്കാൻ ഇടപെടൽ നടത്തിയിരുന്നു. ഭൂമി വാങ്ങുന്നതിനായി സർക്കാരിന്റെ അതിദാരിദ്ര്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരിങ്ങാലക്കുട ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസ് മുഖേന 3,70,000 രൂപ ലഭ്യമാകുകയും
ബാക്കി തുക സന്നദ്ധ സംഘടനകൾ വഴി സമാഹരിച്ച് വീട് വയ്ക്കാനുള്ള സ്ഥലം ആദ്യഘട്ടത്തിൽ ലഭ്യമാക്കി. തുടർന്ന് പഞ്ചായത്തിന്റെ ലൈഫ് പദ്ധതിയിൽ മുൻഗണനയിൽപ്പെടുത്തുകയും വീട് വയ്ക്കുന്നതിനായി 4 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച മണികണ്ഠനും കുടുംബവും വീട്ടിലേക്ക് താമസം മാറി. സംസ്ഥാന സർക്കാരിന്റെ അതിദരിദ്രമില്ലാത്ത കേരളം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കാട്ടൂർ പഞ്ചായത്തിലെ ആദ്യത്തെ ഗുണഭോക്താവായ ദീപ മണികണ്ഠൻ എന്ന സ്വപ്ന സാക്ഷാത്കാരം എന്ന രീതിയിലേക്ക് എത്തിച്ചേരുന്നൊരു സുദിനമാണ് ഇന്നത്തെ ദിവസം. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ തന്നെ സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റും അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരുടെയും സഹായത്താലും ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് ഇനിയുള്ള ജീവിതം അവരുടെ നല്ല രീതിയിലേക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഗൃഹപ്രവേശ ചടങ്ങിൽ കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. ലത, വൈസ് പ്രസിഡന്റ് വി.എം. കമറുദ്ദീൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.എസ്. അനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ജയശ്രീ സുബ്രഹ്മണ്യൻ, അബുജ രാജൻ തുടങ്ങിയവർ സന്നിഹിതരായി. ടി.സി.വി. ന്യൂസ്, ഇരിങ്ങാലക്കുട. മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. പാഞ്ഞാൾ ചിറങ്കോണം സ്വദേശി കുന്നമ്മൽ വീട്ടിൽ 35 വയസ്സുള്ള സേതുമാധവനാണ് മരിച്ചത്. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇന്ത്യൻ ആം റെസ്ലിംഗ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ നടന്ന സംസ്ഥാന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡലുകൾ നേടി അമ്മയും മക്കളും ശ്രദ്ധേയരായി. പാവറട്ടി സ്വദേശി വെന്മനാട് മുസ്ലിം വീട്ടിൽ ചന്ദനപ്പറമ്പിൽ റഷീദ് മുഹമ്മദിന്റെ ഭാര്യ രഹന, മക്കളായ അദ്നാൻ ബിൻ അബ്ദു, അഫ്നാൻ ബിൻ അബ്ദു എന്നിവരാണ് സ്വർണ്ണ മെഡലുകൾ നേടി നാടിന്റെ അഭിമാനമായത്. എഴുത്തുകാരനായ റഷീദ് മുഹമ്മദ് പഞ്ചഗുസ്തി പരിശീലനത്തിന് ഭാര്യയ്ക്കും മക്കൾക്കും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. 7 സ്വർണ്ണ മെഡലുകളാണ് അമ്മയും മക്കളും സംസ്ഥാന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വാരിക്കൂട്ടിയത്. മാസ്റ്റേഴ്സ് വിഭാഗത്തിലും സീനിയർ വിഭാഗത്തിലുമാണ് രഹന സ്വർണം നേടിയത്. അദ്നാൻ യൂത്ത് വിഭാഗത്തിൽ ലെഫ്റ്റും റൈറ്റും മത്സരങ്ങളിലും അദ്നാൻ സബ് ജൂനിയർ വിഭാഗത്തിലുമാണ് സ്വർണം നേടിയത്. രഹന കഴിഞ്ഞ വർഷവും ദേശീയ മത്സരങ്ങളിൽ സ്വർണം നേടിയിരുന്നു. സംസ്ഥാന മത്സരത്തിൽ അമ്മ തന്നെയാണ് മക്കളുടെ പരിശീലകയായത്. അദ്നാൻ ചിറ്റിലപ്പള്ളി IES കോളേജിൽ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയും അഫ്നാൻ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. ഓഗസ്റ്റിൽ ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നടക്കുന്ന ദേശീയ പഞ്ചഗുസ്തി മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് ഈ അമ്മയും മക്കളും. ടി.സി.വി. ന്യൂസ്, പാവറട്ടി. ബ്രെയിൻ സ്ട്രോക്ക് വന്ന് അബോധാവസ്ഥയിൽ കഴിയുന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു. എരുമപ്പെട്ടി പഞ്ചായത്ത് 8ാം വാർഡ് കുണ്ടന്നൂർ വെള്ളക്കുന്ന് കോളനിയിൽ ചീരാത്തുവീട്ടിൽ 48 വയസ്സുള്ള സുരേഷാണ് ഉദാരമതികളുടെ കാരുണ്യം തേടുന്നത്. ഭാര്യയും 2 മക്കളും അടങ്ങുന്നതാണ് സുരേഷിന്റെ കുടുംബം. ലൈഫ് പദ്ധതി ലഭിച്ച പണി പൂർത്തീകരിക്കാത്ത വീട്ടിലാണ് ഇവർ കഴിയുന്നത്. നിലമ്പൂരിലെ പോലീസ് ക്യാമ്പിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക പാചകക്കാരനായി ജോലി ചെയ്തിരുന്നു. ഇവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം പുലർത്തിയിരുന്നത്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അവധിക്കെത്തിയപ്പോഴാണ് സുരേഷ് ബ്രെയിൻ സ്ട്രോക്ക് സംഭവിച്ച വീട്ടുമുറ്റത്ത് കുഴഞ്ഞു വീണത്. തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതായി കണ്ടെത്തി. തുടർന്ന് സർജറിക്ക് വിധേയനാക്കി. ജീവൻ നിലനിർത്താൻ കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും അബോധാവസ്ഥയിലാണ് സുരേഷ്. ഇതുവരെയുള്ള ചികിത്സയ്ക്ക് 9 ലക്ഷം രൂപ ചിലവ് വന്നിട്ടുണ്ട്. കാലത്ത് ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് തളർന്ന് വീഴാൻ പോയി. കയ്യും കാലും അപ്പൊ തന്നെ തളർന്നു. അവിടെ ഡോക്ടർമാര് ടെസ്റ്റ് നടത്തിയപ്പോൾ പറഞ്ഞു വലിയൊരു ഓപ്പറേഷൻ വേണ്ടി വരും. ചെയ്ത് 1.5 മാസത്തോളം അവിടെ കിടന്നു. തിരിച്ച് വീട്ടിലേക്ക് കൊടുന്നതിന്റെ ശേഷം കുറച്ച് നാള് കിടന്നപ്പോൾ പുറം ഭാഗം പൊട്ടി പഴുത്തു, എല്ലിന്റെ മുകളിലേക്ക് ബാധിച്ചു. വീണ്ടും കൊണ്ടുപോയി ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു 5 ദിവസം അവിടെ കിടത്തി. ഓപ്പറേഷനും മറ്റുള്ള അവിടുത്തെ ഹോസ്പിറ്റലിൽ ചിലവൊക്കെ കൂടിയിട്ടൊരു 1.5 ലക്ഷം രൂപയോളം അവിടെ ചെലവ് വന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു ഓപ്പറേഷൻ കൂടി വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ അന്ന് മുതൽ ഇന്നേ വരെ ഓർമ്മ വന്നിട്ടുമില്ല, കണ്ണ് തുറന്നിട്ടുമില്ല. യന്ത്രസഹായത്തോടെ ശ്വസിക്കുന്ന സുരേഷിന് ട്യൂബ് ഘടിപ്പിച്ചാണ് ഭക്ഷണം നൽകുന്നത്. ഒരു സർജറി കൂടി നടത്തിയാൽ സുരേഷിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത്. 5 ലക്ഷം രൂപയോളം ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ 1 മാസത്തെ മരുന്നിന് മാത്രം 20,000 രൂപയോളം ചിലവ് വരും. സ്ട്രോക്ക് വന്നിട്ട് മിഷൻ ആശുപത്രിയിൽ 1 മാസത്തോളം ഞങ്ങൾ ചികിത്സയിൽ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ചികിത്സിക്കുന്നു. ഞങ്ങൾക്ക് യാതൊരു മാർഗവുമില്ല. ആൾ വരുമാനം മാത്രം ഞങ്ങളുടെ ആകാശ്രയം. എല്ലാവരും ദയവായിട്ട് സഹായിക്കണം അപേക്ഷിക്കും. ഇനി ഒരു ഓപ്പറേഷൻ കൂടി ഉണ്ട്. ഞങ്ങൾക്ക് തലയോട്ട് കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ട് അത് ജൂബിലി മിഷനിൽ ഇപ്പോഴും സൂക്ഷിച്ചേക്കുക. 3 മാസത്തിനുള്ളിൽ ആ ഓപ്പറേഷൻ ചെയ്യണം ഡോക്ടർ പറഞ്ഞേക്കണം. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ചികിത്സിക്കും നിത്യ ജീവിതത്തിൽ ഞങ്ങൾക്ക് യാതൊരു മാർഗവുമില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ എന്നിവർ രക്ഷാധികാരികളായി
ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സന്മനസ്സുള്ളവർ 6238396170 എന്ന ഗൂഗിൾ പേ നമ്പറിലോ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എങ്കേക്കാട് ബ്രാഞ്ചിലെ അക്കൗണ്ടിലോ സഹായം അയക്കാവുന്നതാണ്. TCV ന്യൂസ് എരുമപ്പെട്ടി. അസാമിൽ സമാപിച്ച നാഷണൽ ആംഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് 2ാം സ്ഥാനം. മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ കേരളത്തിന്റെ ഷാജു, ഗ്രാൻഡ് മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ അബ്ദുൾ അസീസ്, അണ്ടർ 15 വിഭാഗം, വനിതാ വിഭാഗം ഫിദ എന്നിവർക്ക് ചാമ്പ്യൻഷിപ്പ് ലഭിച്ചു. ഓരോ വിഭാഗങ്ങൾക്കുമുള്ള 3 സ്ഥാനക്കാർ ബാംഗ്ലൂരിൽ നടക്കുന്ന ഈ വർഷത്തെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ജേഴ്സി അണിയും. 17 സ്വർണവും 10 വെള്ളിയും 8 വെങ്കലവും നേടിയാണ് കേരളത്തെ റണ്ണറപ്പ് കിരീടത്തിന് അർഹമാക്കിയത്. ആസാമിനാണ് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ ഭാഗമായി കേരള ലളിതകലാ അക്കാദമി സംഘടിപ്പിച്ച ചിത്രകലാ ക്യാമ്പുകളിൽ നിന്നുള്ള സൃഷ്ടികളുടെ പ്രദർശനത്തിന് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായി. വേലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും 34ഓളം ചിത്രകാരരുടെ 40-ലേറെ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. വിഭിന്ന ഭാവങ്ങളിലുള്ള പ്രകൃതിയും ജീവജാലങ്ങളും വിനാശഭീഷണി നേരിടുന്ന പരിസ്ഥിതിയും ചിന്തോദ്ദീപകങ്ങളായ ആശയങ്ങളും പാർശ്വവൽകൃതരായ മനുഷ്യരുടെ ദൈന്യഭാവവുമെല്ലാം ഈ ചിത്രങ്ങൾക്ക് മിഴിവ് പകരുന്നു. വൈവിധ്യങ്ങളുടെ സമന്വയമായ പ്രകൃതിയും ജീവിത പരിസരങ്ങളുമാണ് ഈ ചിത്രങ്ങൾ ആസ്വാദകരിലേക്ക് സംവേദനം ചെയ്യുന്നത്. 2016 ആരംഭിക്കുമ്പോൾ അവിടുത്തെ എല്ലാവർക്കും ചേർന്ന് ഒരു പൊതു ഇടങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഗ്രാമത്തിൻ്റെ പ്രധാനം. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പൊതു ഇടങ്ങൾ ജനങ്ങൾക്ക് മുഴുവൻ സംവദിക്കാവുന്ന പൊതു ഇടങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്തരം പൊതു ഇടങ്ങൾ നിർമ്മിക്കുകയും സാംസ്കാരികമായി അവരെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ഗ്രാമത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തെക്കുറിച്ചും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിക്കും മാനവികതയ്ക്ക് വേണ്ടിയൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ചിത്രകാരന്മാർ നമ്മുടെ സാമൂഹിക മണ്ഡലത്തിലുണ്ട്. ഇവർ ഉയർത്തിക്കൊണ്ടുവരികയും ഇത്തരം സന്ദേശങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് നാടിൻ്റെ നന്മയ്ക്കും മാനവികതയ്ക്കും ഒത്ത ഒരു പ്രതലം ഒരുക്കുകയാണ് ഗ്രാമത്തിൻ്റെ ലക്ഷ്യം. ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. അക്കാദമി സെക്രട്ടറി N. ബാലമുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമകം പ്രവർത്തകനും ചിത്രകാരനുമായ ജ്യോതിരാജ് മായമ്പിള്ളി, ലളിതകലാ അക്കാദമി പബ്ലിക്കേഷൻ ഓഫീസർ ബാബുമോൻ, ചിത്രകാരി നിരഞ്ജന വർമ്മ, EM വിനീത് എന്നിവർ സംസാരിച്ചു. ഈ മാസം 19-ന് പ്രദർശനം സമാപിക്കും. കൾച്ചറൽ ഡെസ്ക് TCV. വടൂക്കരയിൽ സാമൂഹ്യ വിരുദ്ധർ വാഴകൃഷി നശിപ്പിച്ചു. കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കളത്തിൽ സുകുമാരന്റെ പറമ്പിൽ കൃഷി ചെയ്തു വരുന്ന വാഴകളാണ് കൂട്ടത്തോടെ നശിപ്പിച്ചത്. വാഴകൃഷി നശിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വടൂക്കര കിസാൻ സഭ പ്രവർത്തകർ നെടുപുഴ പോലീസിൽ പരാതി നൽകി. ഇത്രയും പ്രായമായ ഈ വാഴച്ചെടികൾ രാത്രി സമയത്ത് ആരുമില്ലാത്തപ്പോൾ വന്ന് ചവിട്ടി നശിപ്പിച്ച് കളഞ്ഞെടുക്കുന്ന കാഴ്ച വളരെ സങ്കടകരമാണ്. നെഞ്ഞു വളർക്കുന്ന കാഴ്ചയാണ് ഈ പറമ്പിൽ വന്നപ്പോൾ കണ്ടത്. ഇതെന്തിനു വേണ്ടി, ആർക്കു വേണ്ടി? കിസാൻ സഭയെ നശിപ്പിക്കാനോ അതോ ഞങ്ങളെ നശിപ്പിക്കാനോ ഞങ്ങൾക്കറിയില്ല. ഇതിൽ നാട്ടുകാർ പ്രതികരിക്കണം, പോലീസ് വേണ്ട നടപടികൾ എടുക്കണം. 7 മാസത്തെ കൂട്ടായിട്ടുള്ള പരിശ്രമത്തോടുകൂടിയാണ് ഈ വാഴകൃഷി ഞങ്ങൾ നടത്തിയത്. ഇത് ചെയ്തവർക്കെതിരെ കർശനമായി നടപടി എടുക്കണമെന്ന് ഞങ്ങൾ നെടുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ പേരിലും അതുപോലെ തന്നെ പൊതുജനങ്ങൾ മേലാൽ കൃഷി നടത്തുന്ന സ്ഥലങ്ങളിൽ ഇത്ര ആക്രമണങ്ങൾ ഉണ്ടാവരുതെന്നും കൂടി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6565 രൂപ, പവന് 52,520 രൂപ. വെള്ളി ഗ്രാമിന് 94 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3538 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച 23 മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. തെക്കൻ പാലിയൂർ സ്വദേശി ബിനോയ് തോമസിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. സംസ്കാരം കുന്നംകുളം പെന്തക്കോസ്ത പള്ളി സെമിത്തേരിയിൽ നടന്നു. ബിനോയ് തോമസിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ദുരന്തം വാക്കുകൾക്കതീതവും അതീവ ദുഃഖകരമെന്നും ഗവർണർ.
പാർട്ടിയുടെ അടിത്തറ ഭദ്രമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തിരുത്തേണ്ടത് തിരുത്തി പാർട്ടി മുന്നോട്ടു പോകുമെന്നും MV ഗോവിന്ദൻ. BJPയുടെ സമഗ്രാധിപത്യ നീക്കത്തിന്റെ തിരിച്ചടിയാണ് ലോക്സഭയിലേക്കുള്ള ഇന്ത്യ മുന്നണിയുടെ വിജയമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ സംഘർഷം. ഭരണപക്ഷ കൌൺസിലർമാരെയും ഉദ്യോഗസ്ഥരെയും പ്രതിപക്ഷം കൌൺസിൽ ഹാളിൽ കൂട്ടിയിട്ടു. ഭരണപക്ഷ കൌൺസിലർമാരെ ഹാളിന് പുറത്തേക്ക് വിട്ടത് പോലീസ് എത്തിയതിനു ശേഷം. വിദേശ രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത സംഭവത്തിൽ ഇരിഞ്ഞാലക്കുട പോലീസ് കേസെടുത്തു. കാരണം കിഴുത്താണ് സ്വദേശികളായ നിഷ, ഭർത്താവ് സുനിൽകുമാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. നടപടി TCV വാർത്തയെ തുടർന്ന്. KSRTC ബസ് പാഞ്ഞുകയറി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സുരക്ഷാ ഗേറ്റ് തകർന്നു. ഇരിഞ്ഞാലക്കുടയിൽ ബസ്സിൽ നിന്നും തെറിച്ചു വീണ് വയോധികന് പരിക്ക്. കണ്ടാണശ്ശേരിയിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിക്ക് പുറകിൽ ടാങ്കർ ലോറി ഇടിച്ച് അപകടം. 2 പേർക്ക് പരിക്ക്. മാന്നാമംഗലം മുരുക്കുംപാറയിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം. പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തി. പരിശോധനയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.